മൂന്നാം ലോക മഹായുദ്ധം അത് വൈകാതെ ലോകത്ത് സംജാതമാകുമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നാറ്റോയ്ക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. ട്രംപിനെ മാത്രം വിശ്വസിച്ചിരുന്നാൽ പണി കിട്ടുമെന്ന് ഫ്രാൻസിനും കൂടിയുള്ള ഒരു മുന്നറിയിപ്പ്. പക്ഷേ എന്റെ ചോദ്യം എന്ന് പറയുന്നത് അതൊന്നുമല്ല വിനോദ് സർ. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നാറ്റോയ്ക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. ഇങ്ങനെ പോയാൽ ഞങ്ങൾ മൂന്നാം ലോക മഹായുദ്ധം ആരംഭിക്കുമെന്ന്. എത്രത്തോളം റഷ്യ വളർന്നു എന്ന സൂചനയാണോ അത് തരുന്നത്? റഷ്യ അത്രത്തോളം വളർന്നെങ്കിൽ നാറ്റോയ്ക്ക് ഈ രീതിയിൽ ഒരു മുന്നറിയിപ്പ് നൽകാൻ മാത്രം ആരാണ് ഈ വ്ളാഡിമിർ പുടിൻ? ഇന്നത്തെ റഷ്യയെ കുറിച്ച് നമ്മൾ പഠിക്കണമെങ്കിൽ വ്ളാഡിമിർ പുടിനെ കുറിച്ചാണ് ആദ്യം പഠിക്കേണ്ടത്. അദ്ദേഹത്തിന്റെ ജനനം 1952 ലെനിൻഗ്രാൻഡ്, അതായത് ഇന്നത്തെ സെന്റ് പീറ്റേഴ്സ്ബർഗ്, റഷ്യക്കകത്ത് ലെനിൻഗ്രാൻഡിലാണ് ജനിച്ചത്. അതിന്റെ ലെനിൻഗ്രാൻഡിന്റെ ഇന്നത്തെ പേരാണ് സെന്റ് പീറ്റേഴ്സ്ബർഗ്. അദ്ദേഹം വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ മോശമല്ലാത്ത വിദ്യാഭ്യാസമാണ്. നിയമബിരുദം നേടി. പിന്നെ ലെനിൻഗ്രാൻഡ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചു. അവിടെയാണ് പഠിച്ചത്. ആദ്യകാല ജീവിതം എന്ന് പറഞ്ഞത് നമ്മൾ കേട്ടിട്ടുണ്ടാവും, KGB എന്ന് പറയുന്നത്. അതായത് റഷ്യൻ രഹസ്യാന്വേഷണ ഏജൻസിയിലെ ഒരു ഓഫീസറായിരുന്നു. അവിടെ 16 വർഷം സേവനം ചെയ്ത വ്യക്തിയാണ്. വിദേശ ചാരപ്രവർത്തനങ്ങളിൽ ധാരാളം പങ്കെടുത്തിട്ടുള്ള വ്യക്തിയാണ്. ഇതാണ് നമ്മൾ പഠിക്കേണ്ട കാര്യം. രാഷ്ട്രീയ പ്രവേശനം എന്ന് പറയുന്നത് 1990 സെന്റ് പീറ്റേഴ്സ്ബർഗ് മേയറുടെ ഓഫീസിൽ ജോലി തുടങ്ങി. 1998 FSB എന്ന് പറയും, അവരുടെ ഫെഡറൽ സെക്യൂരിറ്റി സർവീസിന്റെ മേധാവിയായി. റഷ്യയിലെ ഒരു വളരെ പ്രധാനപ്പെട്ട, നമ്മുടെ CBI പോലെ പിന്നെ അമേരിക്കയുടെ FBI പോലുള്ള ഒരു സെക്യൂരിറ്റി സംവിധാനമാണ് FSB എന്ന് പറയുന്നത്. അതിൻ്റെ മേധാവിയായി 98 വന്നു. 99 റഷ്യയുടെ പ്രധാനമന്ത്രിയാകുക. അതിനുശേഷം 2000 ആദ്യമായിട്ട് റഷ്യയുടെ പ്രസിഡന്റായി. 2000 മുതൽ ഇന്ന് വരെ ചെറിയ ഇടവേളകളിൽ ഒക്കെ ആയിട്ട് പ്രധാനമന്ത്രി, അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ നയിക്കുകയാണ്. പ്രധാനമന്ത്രിയും പ്രസിഡന്റും ഒക്കെ ആയിട്ട് മാറി മാറി നയിക്കുകയാണ്. ഏറ്റവും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതൊരു ശക്തമായ ഒരു നേതാവിൻ്റെ ഇമേജ് ഉള്ള ഒരാളാണ് പുടിൻ. ഈ പുടിന് മുൻപ്, അതായത് മോദിക്ക് മുന്നേ അതിശക്തനായ നേതാവ്, ലോക നേതാവ് ആരെന്ന് ചോദിച്ചാൽ എല്ലാവരും, അമേരിക്കക്കാരുൾപ്പെടെ കണ്ണടച്ച് പറയുമായിരുന്ന പേര് വ്ളാഡിമിർ പുടിൻ എന്നാണ്. ഒരു പക്ഷേ അതിനോട് കിടപിടിക്കാൻ ഇന്ന് വന്നിരിക്കുന്ന മറ്റൊരാളാണ്, നമ്മൾ ഇന്ത്യയുടെ ആണെന്നും അത് റഷ്യയുടെ ആണെന്നും കൂടെ നമ്മൾ പരിഗണിച്ചുകൊണ്ട് വേണം പറയാൻ, നരേന്ദ്രമോദിയാണ്. അപ്പൊ അത്ര ഒരു വലിയ ശക്തനായ നേതാവിന്റെ ഇമേജ് ഉള്ള ഒരാൾ. അദ്ദേഹത്തിന്റെ ഈ ദേശീയത്വം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ വലിയ ഒരു സങ്കല്പമാണ്. സൈനിക ശക്തി, അല്ലെങ്കിൽ റഷ്യയുടെ സൈനിക ശക്തിയിൽ അഭിമാനം കൊള്ളുന്ന മനുഷ്യനാണ്. ഭയമില്ലാത്തവനാണ്. റഷ്യയുടെ മഹത്വം വീണ്ടെടുക്കുക എന്നുള്ളതിൽ ദൃഢപ്രതിജ്ഞ ചെയ്ത് അത് പ്രധാന മുദ്രാവാക്യമാക്കി കൊണ്ടുനടക്കുന്നതാണ്. അപ്പോ ഈ സോവിയറ്റ് ശേഷകാലത്ത്, സോവിയറ്റ് യൂണിയൻ പൊളിഞ്ഞു പോയല്ലോ, സോവിയറ്റ് ശേഷകാലത്ത് റഷ്യയെ വീണ്ടെടുത്ത നേതാവ് എന്നുമാണ് റഷ്യക്കാർ വിശ്വസിക്കുന്നത്. മാത്രമല്ല, തൻ്റെ രാഷ്ട്രീയ വിരുദ്ധർക്കെതിരെ കടുത്ത നിലപാട് എടുത്ത ഒരു വ്യക്തിയാണ്. മീഡിയയ്ക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാഷ്ട്രീയ സ്വാതന്ത്ര്യം അത്ര അങ്ങോട്ട് റഷ്യക്കാർക്ക് നൽകിയിട്ടില്ല. യുക്രൈൻ യുദ്ധത്തിന്റെ പ്രധാന ഉത്തരവാദി എന്ന് പറയപ്പെടുന്നത് ഈ വ്ളാഡിമിർ പുടിനാണ്. അപ്പൊ ചുരുക്കം പറഞ്ഞ, എനിക്ക് ആദ്യമായിട്ട് പറയുന്നത് ഇതാണ് വ്ളാഡിമിർ പുടിൻ. വ്ളാഡിമിർ പുടിനെ കുറിച്ച് വിനോദ് സാർ പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇനി എന്റെ ചോദ്യം എന്ന് പറയുന്നത്, റഷ്യയുടെ ഒരു അജണ്ട എന്താണ് ഈ വിഷയത്തിൽ? റഷ്യ ഏത് രീതിയിലാണ് മൂന്നാം ലോക മഹായുദ്ധം ഉടൻ എന്ന് റഷ്യ പറയുന്നത്? മൂന്നാം ലോക മഹായുദ്ധം ഉടൻ എന്ന് റഷ്യ പറയുന്നില്ലെങ്കിലും, ഞാൻ നേരത്തെ പറയുണ്ടായി, ഈ പുടിൻ ഒരു സാധാരണ മനുഷ്യനല്ല. അദ്ദേഹം രഹസ്യാന്വേഷണ ഏജൻസിയിലും സകലമാന അപകടങ്ങളിലും കൂടി കളിച്ചു വളർന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ സാധാരണ ഒരു രാഷ്ട്ര നേതാവിൻ്റെ ഭയം തൊട്ട് തീണ്ടിയിട്ടില്ലാത്തൊരു മനുഷ്യനാണ് ഈ വ്ളാഡിമിർ പുടിൻ എന്ന് പറയുന്നത്. റഷ്യക്കാർക്ക് അതുപോലൊരു തൻ്റെ ഇടം ഉണ്ടാകണമെന്നില്ല, പക്ഷെ പുടിന് അതുണ്ട് എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പൊ ഈ റഷ്യ ഇന്ന് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ റഷ്യ ഇന്ന് പിന്തുടരുന്നത് നമ്മൾ മഹത്തായ റഷ്യ, ഗ്രേറ്റ് റഷ്യ എന്ന ആശയമാണ്. ഇപ്പം നമ്മൾ
അമേരിക്ക ഫസ്റ്റ് എന്ന് അമേരിക്ക പറയുന്നു, മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ, മാഗ എന്ന് പറയുന്നു. അതുപോലെ റഷ്യക്കും ഒരു ഇതുണ്ട്, റഷ്യ, ഗ്രേറ്റ് റഷ്യ. അതായത് സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്നത് ഇനിയിപ്പോൾ അത്ര വലിയ സാധ്യമല്ലെങ്കിൽ പോലും, അതായത് അതിന്റെ ജിയോഗ്രഫി വീണ്ടെടുക്കുക അത്ര വലിയ എളുപ്പമല്ലെങ്കിൽ പോലും ഇപ്പൊ ഉള്ള റഷ്യ തന്നെ വളരെ വലുതാണ്. ആ റഷ്യ ഒരു മഹത്തായ രാഷ്ട്രമാക്കി നിലനിർത്തണമെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ആളുകളാണ് വ്ളാഡിമിർ പുടിനും അദ്ദേഹത്തിന്റെ അനുയായികൾ. അപ്പം ഈ പുടിൻ അധികാരത്തിൽ എത്തിയതിന് മുതൽ അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് റഷ്യയുടെ പഴയ സോവിയറ്റ് യൂണിയന്റെ ശക്തി പുനഃസ്ഥാപിക്കുക എന്നുള്ളതാണ്. ആഗോള രംഗത്ത് വലിയ ഒരു താരമായി തന്നെ തിരിച്ചു വരണം, നിലനിൽക്കണമെന്ന് വ്യക്തമായ ധാരണയുള്ള ഒരു മനുഷ്യനാണ്. മാത്രമല്ല ഈ റഷ്യ ഒന്ന് ഒലഞ്ഞ് പിരിഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ പാശ്ചാത്യ രാജ്യങ്ങൾ കയറി അങ്ങ് നിരങ്ങി, അവരിലെ ചിലരെയൊക്കെ ഏറ്റെടുക്കുകയും നാറ്റോയിൽ കയറ്റുകയൊക്കെ ചെയ്തു. അപ്പൊ ഈ പാശ്ചാത്യ രാജ്യങ്ങളുടെ ആധിപത്യത്തിനെതിരെ ഒരു പ്രതിരോധം തീർക്കണമെന്ന് ആഗ്രഹമുള്ള റഷ്യയാണ് ഇപ്പോഴുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പ്രാദേശികമായ ഒരു മേൽക്കോയ്മ റഷ്യക്ക് വേണമെന്ന്, അതായത് മുൻ സോവിയറ്റ് രാജ്യങ്ങളിലെ സ്വാധീനം നിലനിർത്തണമെന്ന് റഷ്യക്ക് വളരെ പ്രധാനമായ ഒരു ഉദ്ദേശമുണ്ട്. അവരിങ്ങോട്ട് വന്നില്ലെങ്കിലും അവിടെയുള്ള റഷ്യൻ സ്വാധീനം അങ്ങനെ തന്നെ നിലനിർത്തണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണ്. അപ്പൊ ഉക്രൈനെ സംബന്ധിച്ചോളം ഉക്രൈൻ നേറ്റോയിൽ ചേരുന്നത് തടയുക എന്നുള്ളതാണ് അവരുടെ ഏറ്റവും പ്രാഥമികമായ അജണ്ട. അതിന് അവർ ഏതറ്റം വരെയും പോകുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. 2014 റഷ്യ ഉക്രൈനിൽ നിന്ന് ക്രീമിയ പിന്നെ കുറച്ച് കിഴക്കൻ പ്രദേശങ്ങളൊക്കെ ഏറ്റെടുക്കുകയുണ്ടായി, അല്ലെങ്കിൽ കടന്നാക്രമിച്ച് ഏറ്റെടുക്കുകയുണ്ടായി. അതിനെ അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെടുക എന്നുള്ളതാണ് ഇപ്പൊ റഷ്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. അതുപോലെ തന്നെ നമുക്കറിയാം ഈ ഗ്ലോബൽ നോർത്ത്, ഗ്ലോബൽ സൗത്ത് എന്ന് പറയും. ഈ ഗ്ലോബൽ സൗത്ത് എന്ന് പറയുന്നത് ഏഷ്യൻ രാജ്യങ്ങള്, ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്കയിലെ രാജ്യങ്ങളാണ്. ഇവരുമായിട്ട് ബന്ധം ശക്തിപ്പെടുത്തണമെന്ന് റഷ്യയുടെ വലിയ ഒരു അജണ്ടയാണ്. മാത്രമല്ല നേരത്തെ പറഞ്ഞ പോലെ അമേരിക്കൻ യൂറോപ്യൻ നിയന്ത്രണങ്ങളിൽ നിന്ന് സ്വതന്ത്രനാകണം എന്ന് വെച്ചാൽ ഈ റഷ്യയെ ഇവരിങ്ങനെ ഇറുക്കാൻ വേണ്ടി സാമ്പത്തികമായും അല്ലാതെയും ഒക്കെ ഒന്ന് ചുറ്റിനും വന്ന് ഇറുക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തുന്നത് റഷ്യക്ക് കൃത്യമായിട്ടറിയാം. അപ്പൊ അവരിൽ നിന്ന്, അവരുടെ നിയന്ത്രണങ്ങളിൽ നിന്ന് സ്വാതന്ത്ര്യം നേടണം. റഷ്യ, അമേരിക്ക, ലാറ്റിൻ അമേരിക്ക പോലുള്ള ഗ്ലോബൽ സൗത്ത് രാജ്യങ്ങളുമായിട്ട് ബന്ധം സ്ഥാപിക്കണം. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട അവരുടെ അജണ്ട എന്ന് പറയുന്നത് സൈനികവും സാങ്കേതികവുമായ കൂട്ടുകെട്ടുകളാണ്. സുഹൃത്ത് രാജ്യങ്ങളുമായിട്ട് ആയുധ സാങ്കേതിക സഹകരണം വർദ്ധിപ്പിക്കൽ എന്നുള്ളത് അവരുടെ ഒരു പ്രധാനപ്പെട്ട അജണ്ടയാണ്. അതുകൊണ്ടാണ് ഇന്ത്യക്ക് ഇത്ര കൈ അയച്ച് അവർ സഹായം നൽകുന്നത്. പിന്നെ മാത്രമല്ല ഈ സോവിയറ്റ് യൂണിയൻ പൊളിഞ്ഞതോടുകൂടി ഈ ലോകം ഒരു യൂണിപോളാർ വേൾഡ് ഓർഡറിലോട്ട് മാറി. അതായത് അമേരിക്ക മാത്രം കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ഒരു യൂണിപോളാർ വേൾഡ് ഓർഡറിലോട്ട് മാറി എന്നുള്ളത് സത്യമാണ്. റഷ്യക്ക് ബൈപോളാർ വേൾഡ് ഓർഡർ വേണമെന്നില്ല. പക്ഷെ റഷ്യയുടെ ആഗ്രഹം ഇന്ത്യ പോലുള്ള, ചൈന പോലുള്ള രാജ്യങ്ങളെ കൂടി പൊക്കിക്കൊണ്ട് വന്നിട്ട് ഒരു മൾട്ടി പോളാർ, അമേരിക്ക മാത്രം അങ്ങനെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ട, ഒരു മൾട്ടി പോളാർ വേൾഡ് ഓർഡർ എന്നൊരു സാധനം വേണമെന്ന് റഷ്യക്ക് വലിയ താല്പര്യമുണ്ട്. അതുകൊണ്ടാണ് ചൈനയെയും ഇന്ത്യയും ഒക്കെ പൊക്കിക്കൊണ്ടുവരാൻ റഷ്യ സഹായിക്കുന്നത്. അത് തന്നെയാണ് ഇന്ത്യയുടെയും ആഗ്രഹം എന്നുള്ളതും വളരെ പ്രസക്തമായ കാര്യമാണ്. അത് തന്നെയാണ് ചൈനയുടെയും ആഗ്രഹം എന്നുള്ളതും വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. അപ്പൊ ഒരു രാജ്യത്തിന്റെ, അതായത് അമേരിക്കയുടെ ഏകാധിപത്യത്തെ ഒഴിവാക്കി പല ശക്തികൾക്കും ഒരുപോലെ സ്വാധീനം ലഭിക്കുന്ന ഒരു ലോകമാണ് തീർച്ചയായിട്ടും നല്ലത്. അത് തന്നെയാണ് റഷ്യയുടെ താല്പര്യം. അപ്പൊ അതിന് അവരുപയോഗിക്കുന്ന ചില മാർഗങ്ങളുണ്ട്, അതും നമ്മൾ പഠിക്കേണ്ടതാണ്. ഈ സോഫ്റ്റ് പവർ, ഹാർഡ് പവർ എന്ന് പറഞ്ഞ രണ്ട് കാഴ്ചപ്പാടുകളുണ്ട്. ഈ ഹാർഡ് പവർ എന്ന് പറയുന്ന ആയുധങ്ങളുടെ ശക്തിയിൽ മാത്രം ഉള്ള ഭരണം. നേരെ മറിച്ച് റഷ്യ ചെയ്യുന്നത് ഇപ്പൊ സോഫ്റ്റ് പവറും കൂടെ ഉപയോഗിക്കുന്നു. എന്താണ്? ആ ഭാഷ, അവരുടെ ഭാഷ കൂടുതൽ വിപുലപ്പെടുത്തുക, അവരുടെ സംസ്കാരം കൂടുതൽ രാജ്യങ്ങളിലേക്ക് പടർത്തുക, മീഡിയ, അവരുടെ മീഡിയ ആയിക്കോട്ടെ, സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ, അതിലുള്ള റഷ്യയെക്കുറിച്ചുള്ള പ്രചരണങ്ങൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതും വളരെ പ്രസക്തമായ അവരുടെ ഒരു തന്ത്രമാണ്. മാത്രമല്ല പിന്നെ ഈ സീക്രട്ട് ആയിട്ടുള്ള ഓപ്പറേഷൻസ്, എന്താണ്, മുൻ സോവിയറ്റ് രാജ്യങ്ങളിലെ രാഷ്ട്രീയ ഇടപെടൽ, അവിടെ അവർക്ക് താല്പര്യമുള്ളവരെ പ്രതിഷ്ഠിക്കാൻ വേണ്ടി വലിയ ശ്രമം നടത്തുന്നുണ്ട്. പ്രോ റഷ്യ പാർട്ടികൾക്ക് നിരുപാധികമായ പിന്തുണ നൽകുന്നുണ്ട്. മാത്രമല്ല സാമ്പത്തിക ബന്ധങ്ങളിൽ ഇന്ത്യയുമായിട്ടും ചൈനയുമായിട്ടും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുമായിട്ടും
വ്യാപാരവും ഊർജതരമായിട്ടുള്ള ബന്ധങ്ങൾ വളരെയധികം ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഈ പുതിയ സോവിയറ്റ് യൂണിയൻ അതായത് പഴയ സോവിയറ്റ് യൂണിയനെ തിരിച്ചു കൊണ്ടുവരുന്നതാണോ റഷ്യയുടെ അജണ്ട എന്ന് ചോദിച്ചാൽ, പഴയ സോവിയറ്റ് യൂണിയനെ മുഴുവനായിട്ട് വീണ്ടെടുക്കുക എന്ന് പറയുന്നത് ഒരു ഔദ്യോഗിക ലക്ഷ്യമാക്കി അവരിതുവരെ പറഞ്ഞിട്ടില്ല. പക്ഷേ ഗ്രേറ്റർ റഷ്യ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗ്രേറ്റർ റഷ്യ എന്നൊരു ആശയം, അത് സാംസ്കാരികപരമായിക്കോട്ടെ തന്ത്രപരമായിക്കോട്ടെ പല 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 പ്രസംഗങ്ങളിലും പുട്ടിന്റെ പല പ്രസംഗങ്ങളിലും ഇത് വരാറുണ്ട്. അപ്പൊ സാമ്പത്തിക സാങ്കേതിക ജനസംഖ്യാ പരിമിതികൾ കാരണം ഈ പഴയ സോവിയറ്റ് യൂണിയൻ മാതൃകയിൽ ഒരു പുതിയ സാമ്രാജ്യം കെട്ടിപ്പടുക്കുക എന്ന് പറയുന്നത് പ്രായോഗികമായി പ്രയാസമുള്ളൊരു കാര്യമാണ്. പക്ഷെ അതുകൊണ്ട് തന്നെ റഷ്യയുടെ പ്രധാന ഉദ്ദേശം സാമ്പത്തിക സൈനിക സ്വാധീനം സോവിയറ്റ് യൂണിയൻ്റെത് പോലെ വീണ്ടെടുക്കുക, സുരക്ഷാ മേഖലയിൽ മുൻപന്തിയിൽ നിലനിൽക്കുക, അതായത് ഒരിക്കലും അമേരിക്കയ്ക്ക് പുറയിലല്ലാതെ അമേരിക്കയുടെ ഒപ്പം നിൽക്കുക എന്നുള്ളതാണ് അവരുടെ പ്രഖ്യാപിതമായ ലക്ഷ്യം. അപ്പൊ അതിന് പ്രാക്ടിക്കലായിട്ട് ഒരുപാട് വെല്ലുവിളികളുണ്ട്. ഇതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം. എന്തായാലും ഇത്തരം പരിമിതികൾക്കൊക്കെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ റഷ്യ കൃത്യമായ ഒരു നിലപാട് എടുക്കുകയാണ്. റഷ്യ നാറ്റോയ്ക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. ഒരു കാര്യം കൂടെ, ഈ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പ്രധാന വെല്ലുവിളികളുണ്ടെന്ന്. ആ വെല്ലുവിളികളും കൂടെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് പരിശോധിക്കാം. ഒന്ന്, ഈ സാമ്പത്തികമായ ഒരു വലിയ സമ്മർദ്ദമുണ്ട്. അതായത് ഇപ്പം ഉക്രൈനുമായിട്ടുള്ള യുദ്ധത്തിൽ ഉണ്ടായിരിക്കുന്ന യുദ്ധ ചെലവ് നമുക്കറിയാം. അമേരിക്ക തന്നെ പറയുന്നുണ്ട്, ഇന്ത്യയാണ് ഉക്രൈൻ യുദ്ധം റഷ്യക്ക് വേണ്ടി സ്പോൺസർ ചെയ്തത്. അതുപോലെ തന്നെ പാശ്ചാത്യ സാമ്പത്തിക പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യക്കെതിരെ ഉപരോധങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. യുദ്ധ ചെലവുണ്ട്. അതുപോലെ തന്നെ ഇത്രയും നാളായിട്ട് ഈ സാങ്കേതികമായിട്ട് റഷ്യ ഒന്ന് പുറകോട്ട് പോയിട്ടുണ്ട്. അതാണ് ഇന്ത്യയുമായിട്ട് അവർക്ക് അടുക്കാനുള്ള വലിയ ഇൻട്രസ്റ്റ്. അതായത് ഈ ഹൈടെക് മേഖലയിൽ പാശ്ചാത്യ രാജ്യങ്ങളോടാണ് ഇപ്പോഴും അവർക്ക് വിധേയപ്പെട്ടിരിക്കുന്നത്. കാര്യം ഞാൻ പല സാധനങ്ങളും ജർമ്മനിയിൽ നിന്നും ഫ്രാൻസിൽ നിന്നും ഒക്കെ വരുത്തിയാണ് അവരുടെ കാര്യങ്ങൾ നടത്തുന്നത്. അപ്പൊ അത് ഒരുപക്ഷെ ഇന്ത്യ വഴി കിട്ടുമെന്ന് അവര് ശരിക്കും ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജനങ്ങളുടെ വികാരം, ഒന്നാമത് നമ്മൾ അറിയേണ്ടത് ഈ ഉക്രൈനുമായിട്ടുള്ള യുദ്ധം കൊണ്ട് യുദ്ധത്തിനെതിരെ ജനങ്ങൾക്കൊരു വലിയ ശക്തമായ വികാരമുണ്ട്. മാത്രമല്ല നമ്മുടെ രാജ്യത്തു നിന്നുള്ളതുപോലെ തന്നെ ഈ യുവജനങ്ങൾ റഷ്യയിൽ നിന്ന് പാശ്ചാത്യ രാജ്യങ്ങളിലോട്ട് കുടിയേറുന്നുണ്ട്. ചൈന വളർന്നു വരുന്നത് റഷ്യക്ക് ഒരു ചെറിയ ഒരു പ്രയാസം തന്നെയാണ്. അതായത് അവരോടൊപ്പം പോലും എത്താൻ പറ്റുന്നില്ല എന്നൊരു പ്രശ്നമുണ്ട്. അപ്പൊ ഇങ്ങനെ അവര് ധാരാളം പ്രയാസങ്ങൾ നേരിടുന്നുണ്ട്. പക്ഷേ റഷ്യയുടെ യഥാർത്ഥ ലക്ഷ്യം നമ്മൾ മറക്കാൻ പാടില്ല. ഒരു ഗ്ലോബൽ പ്ലെയർ എന്ന സ്ഥലത്ത് മുഖ്യ സ്ഥാനത്ത് നിൽക്കുക എന്നുള്ളതാണ്. ഉക്രൈൻ പ്രശ്നത്തിൽ ഒരു ന്യൂട്രൽ നിലയിലെങ്കിലും അവർക്ക് ആക്കണമെന്ന് ആഗ്രഹമുണ്ട്. പിടിച്ചെടുത്ത പ്രദേശങ്ങൾക്ക് അംഗീകാരം നേടണമെന്നുണ്ട്. ഇതിന്റെ ഇടയിലാണ് ഈ അമേരിക്കയുടെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പൽ നോർവേ അടുത്ത് റഷ്യൻ നാവിക താവളത്തിന്റെ അടുത്തെത്തിയപ്പോൾ അതിനെ ഭയപ്പെടുത്താൻ റഷ്യ ഒരു ന്യൂക്ലിയർ സബ്മറൈൻ അയച്ചതും അതൊരു വലിയ പുകിലായി മാറിയതും. അതേക്കുറിച്ചുള്ള പ്രോഗ്രാം വരണം നമ്മുടെ സുനിൽ ഒടയാർ തന്നെ ഈ നമ്മുടെ ABC ന്യൂസിൽ ചെയ്തിട്ടുണ്ട്. കാരണം താല്പര്യമുള്ളവർക്ക് പോയി കണ്ടു കേൾക്കാവുന്നു. എന്തായാലും ഈ രീതിയിൽ റഷ്യ വലിയ മുന്നേറ്റം നടത്തുന്നു എന്നുള്ളതാണ്. അത് വിനോദ് സാർ പറഞ്ഞതുപോലെ അമേരിക്കയ്ക്ക് ഉൾപ്പെടെയുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ്. ഈ രീതിയിൽ കാര്യങ്ങൾ വഷളാക്കാനാണ് ട്രംപിന്റെ അടക്കം ഉദ്ദേശമെങ്കിൽ ഒരു മൂന്നാം ലോക മഹായുദ്ധം സംജാതമാകും എന്ന കാര്യം വളരെ വളരെ വ്യക്തമാക്കുകയാണ് റഷ്യ ചെയ്യുന്നത്. ഒപ്പം ഇന്ത്യയെയും ചൈനയെയും കൂടെ കൂട്ടാനുള്ള തന്ത്രങ്ങളും റഷ്യ മെനയുന്നുണ്ട്. എന്തായാലും വ്യക്തമാണ്. താങ്ക് യു വിനോദ് സാർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.